ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ എപ്പോഴും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹെയറിനെ കുറിച്ച്, മുഖത്തെക്കുറിച്ച് അല്ലേ, അണ്ടർ ഐ ഡാർക്ക്നെസ്, ഫേസിലെ റിങ്കിൾസ് കുറയാനായിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, തലമുടി കൊഴിച്ചിലിനും, ഹെയർ പാക്കുകൾ, കൈ സുന്ദരമാകാനായിട്ട്, കാല് സുന്ദരമാകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ മുഖം മാത്രം തിളക്കിയാൽ മതിയോ? മുഖത്ത് മാത്രം നല്ല രീതിയിൽ തിളക്കവും റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞാൽ മതിയോ? പോരല്ലോ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബോഡി നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനായിട്ടും, അതുപോലെ തന്നെ നല്ലൊരു മിനിമിനിസമൊക്കെ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ കയ്യിലും ഒക്കെ നല്ല മിനിമിനിപ്പൊക്കെ. ചിലവരുടെ ശരീരം മൊത്തം ഡ്രൈ ആയിരിക്കും, ഇപ്പോൾ മുരിഞ്ചും കാര്യങ്ങളും ഒക്കെ കാണും അല്ലേ. ചിലവരുടെ ശരീരത്തിൽ കയ്യിലും കാലിലും ഒക്കെ മുരിഞ്ച് കാണും. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറാനായിട്ടും, അതുപോലെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനായിട്ടും, നമ്മുടെ കൈയും കാലും ദേഹവും എല്ലാം നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനായിട്ടും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു പൗഡറാണ് നിങ്ങൾക്ക്. അതായത് നല്ലൊരു ബ്രൈറ്റനിങ് പൗഡർ. ഈ ഒരു പൗഡർ എന്ന് വെച്ചാൽ നമുക്ക് സോപ്പിന് പകരം ഉപയോഗിച്ച് തേച്ച് കുളിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബ്രൈറ്റനിങ് പായ്ക്ക് ഒരു 50 വയസ്സുള്ളവർക്കും 60 വയസ്സുള്ളവർക്കും 35-40 വയസ്സ് കഴിയുമ്പം തൊട്ട് 40 വയസ്സ് കഴിയുന്നവർക്കൊക്കെ അടിപൊളിയാണ്. കാരണം സ്കിന്ന് നല്ല സോഫ്റ്റും ഷൈനിങ്ങും ആയിട്ടിരിക്കും. ഈ ഒരു നമുക്ക് സോപ്പിന് പകരം ഇത് ഉപയോഗിച്ചാൽ, കാരണം നമ്മുടെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ചർമ്മമൊക്കെ വലിയാൻ തുടങ്ങും, ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ അതുപോലൊക്കെ പല പ്രശ്നങ്ങളും നമ്മുടെ ചർമ്മത്തിലുണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഈ ഒരു സോപ്പിന് പകരം ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് പൗഡർ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട്, നല്ല ഷൈനിങ് ആകാനായിട്ടും, അത്യാവശ്യം നല്ല നിറവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മൾ മുഖത്തൊരു 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തുടച്ച് കാണിക്കാം. കണ്ടോ, നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. മുഖത്തൊക്കെ ഇടുമ്പോൾ നല്ല തിളക്കമാണ് നമുക്ക്. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ് നമുക്ക് കിട്ടുന്നത് ഇതിട്ടാൽ. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഉപയോഗിക്കുകയാണെങ്കിൽ ഓർത്ത് നോക്കിയാൽ നല്ല രീതിയിൽ ചർമ്മം നല്ല സോഫ്റ്റ് ആകാനായിട്ടും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ദേഹത്ത് കാരമുള്ള സോപ്പല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതലും. എന്താണ് കാരമുള്ള സോപ്പ്? അപ്പോൾ കാരം കൂടിയ സോപ്പുകൾ നമ്മുടെ സ്കിന്നിന്, അതായത് ചർമ്മത്തിന് നല്ലതല്ല. അപ്പോൾ വല്ലപ്പോഴും എങ്കിലും നമ്മൾ ഇതുപോലൊക്കെ വല്ലൊരു പൗഡറൊക്കെ പൊടിച്ച് നമ്മുടെ ദേഹത്ത് തേച്ച് കുളിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ മാസത്തിലൊരിക്കലും ഈ ഒരു പായ്ക്ക് മസ്റ്റായിട്ടും യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുഖം എന്ന പോലെ തന്നെ നമ്മുടെ ശരീരം നല്ല രീതിയിൽ നിറം വെക്കാനായിട്ടും, നല്ല സ്കിന്ന് നല്ല എന്താ പറയുക, നല്ലൊരു ആ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ പോകാനായിട്ടും, നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ടും ഒക്കെ നമ്മുടെ മുഖത്തും തേക്കാം, ദേഹത്തും തേക്കാം, ബോഡി മൊത്തം തേക്കാവുന്ന നല്ലൊരു ബ്രൈറ്റനിങ് പൗഡറാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എന്താണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എൻ്റെ വീഡിയോ എന്താണ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. നമുക്ക് കിട്ടുന്ന നല്ല നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തട്ടെ അല്ലേ. ശരി. പിന്നെ എൻ്റെ വീഡിയോ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്, കോള് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, ഒരുപാട് പേര് ഈ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം റിസൾട്ട്, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് കാര്യവും എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ, അല്ലാതെ ഒന്നും ഷെയർ ചെയ്യാറില്ല. അപ്പം നമുക്ക് വീഡിയോ മുമ്പോട്ട് ഒത്തിരി പോയാൽ സമയം പോകും. പിന്നെ നിങ്ങളെല്ലാവരോടും എന്നെ വഴക്കിന് വരും, വീഡിയോ നീണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോഴാണ് വീഡിയോ നീണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വാ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം
മസൂർ ദാൽ വേണം. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ പിന്നെ ഞാനവിടെ മുംബൈയിലായിരുന്നപ്പോഴത്തേനും നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇത് യൂസ് ചെയ്യുന്ന കാണാം. ഇത് അരച്ച് മുഖത്തൊക്കെ ഇടുന്നതാണ് അവർ. തൈരൊക്കെ കൂട്ടി ഹണിയൊക്കെ കൂട്ടിയൊക്കെ അരച്ചിട്ട് നല്ല സ്കിന്ന് ബ്രൈറ്റ് ആകുന്നൊരു സാധനമാണ്. അതുപോലെ നമ്മുടെ ബോഡിക്കെല്ലാം നല്ല സ്കിന്നിന് മൊത്തം പൊതുവേ നല്ല റിസൾട്ടാണ് ഇത് ഇട്ടാലായിട്ട്. അപ്പോൾ നമുക്ക് കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മസൂർ ദാൽ എന്ന് പറഞ്ഞ് ഈ ഓറഞ്ച് പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പരിപ്പ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഫുൾ ബോഡി തേക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നിങ്ങൾക്ക് ശരിക്കും ഒരു മഞ്ഞ കളറിലാണ് കാണുന്നത് അല്ലേ? ശരിക്കും മഞ്ഞ കളറല്ല ഇത്. അപ്പോൾ അത് ഓർക്കുക, ഇത് മഞ്ഞ നിറമല്ല. ഇപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് മസൂർ ദാലാണ്, നമ്മുടെ ഓറഞ്ച് കളറുള്ള ഒരു പരിപ്പാണ് കേട്ടോ ഇത്, അല്ലാതെ മഞ്ഞപ്പരിപ്പല്ലേ. അപ്പോൾ എൻ്റെ ആ ഒരു ക്യാമറയുടെ ഇതിൽ അങ്ങനെ കാണുന്നതാണ്. പിന്നെ നമ്മുടെ ചെറുപയർ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറുപയർ നല്ലൊരു നമ്മുടെ സ്കിന്നിലെ അഴുക്കും എല്ലാം പോകാനായിട്ട് നമ്മുടെ ചെറുപയർ നമ്മൾ തലയിൽ യൂസ് ചെയ്യും. അത് നമ്മൾ സോപ്പിന് പോലെ എപ്പോഴും യൂസ് ചെയ്യുന്ന, പണ്ട് മുതലേ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ചെറുപയറിൻ്റെ പൊടിയല്ലേ. അപ്പം വളരെ നല്ല ഗുണമാണ് നമ്മുടെ സ്കിന്നിലെ അഴുക്കുകളൊക്കെ പോകാനായിട്ടും ഡെഡ് സ്കിന്ന് പോകാനായിട്ടും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും എല്ലാം വളരെയധികം നല്ലൊരു സാധനമാണ് ചെറുപയറെന്ന് മിക്ക ആൾക്കാർക്കും അറിയാൻ മേലത്തർക്കാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു മസൂർ ദാൽ, നല്ല റിസൾട്ടാണ് കേട്ടോ. എന്തായാലും ചെറുപയറും 2 ടേബിൾ സ്പൂൺ തന്നെ വേണം. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് എത്രയാണ് ചേർക്കുമ്പം പറയാം. അതുപോലെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറാണ് കേട്ടോ. ഇത് മുൾട്ടാണി മിട്ടിയുടെ പൗഡറാണ്. അപ്പോൾ നല്ല പൗഡർ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇത് മുൾട്ടാണി മിട്ടി പൗഡറാണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് കണ്ടോ, ഇടയ്ക്ക് മുഖത്തൊക്കെ തേക്കാൻ വേണ്ടി എടുത്ത് പൊട്ടിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. നല്ലതാണ്, നമ്മുടെ ഒരു ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഓയിലും കുറച്ച് ഡ്രൈയുമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പായ്ക്കിനകത്തൊക്കെ യൂസ് ചെയ്യും. അപ്പം മുൾട്ടാണി മിട്ടി പൗഡർ വേണം. അപ്പോൾ എത്രയാണല്ലോ അന്നേരം പറയാം. അപ്പം നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റൻ ആകാനായിട്ടും സ്കിന്നിലെ അഴുക്കുകളൊക്കെ പോകാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ഒരു മുൾട്ടാണി മിട്ടി പൗഡർ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ രക്തചന്ദന പൊടിയാണ്. അപ്പോൾ 2 കാലം മുതൽക്കേ നമ്മളെ ശരീരത്തിലെ പാടുകളും കലകളും ഒക്കെ മാറാനായിട്ട് പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് രക്തചന്ദനപ്പൊടി. അപ്പോൾ രക്തചന്ദനപ്പൊടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് തരിതരിപ്പുള്ള രക്തചന്ദനപ്പൊടി വാങ്ങിക്കരുത്. നമ്മുടെ ദേഹത്ത് തേക്കാനാകുമ്പോൾ നൈസാണ്. കാരണം നമ്മൾ ദേഹം തേക്കാനായിട്ട് ഡെയിലി തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ രക്തചന്ദനപ്പൊടി നൈസായിട്ടുള്ള പൊടി വാങ്ങിക്കുക. മുഖത്തൊക്കെ സ്ക്രബ് പോലൊക്കെയാണ് കുറച്ച് തരിതരിപ്പായിട്ടുള്ള വാങ്ങിക്കാം. നൈസായിട്ടുള്ള പൊടി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ദേഹത്തൊക്കെ തേക്കാൻ, നമ്മുടെ ദേഹത്തൊക്കെ സ്ക്രാച്ച് വീഴും ഡെയിലി തേക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ പറയാം. ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറുപയറും നമ്മുടെ ഈ ഒരു മസൂർ ദാലും കൂടെ ഒരു കാര്യം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ചട്ടിക്കകത്തോട്ട് നമ്മുടെ മസൂർ ദാലും അത് ചെറുപയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊരു മഞ്ഞ നിറമാണെന്ന് തോന്നുന്നു എനിക്ക് നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും. പക്ഷേ മഞ്ഞ കളറല്ല. ഇപ്പോൾ കണ്ടോ, ഇത് ഒരു ഓറഞ്ച് കളറാണ് കണ്ടോ. പകല നിന്ന് പോകുമ്പോൾ ഒരു മഞ്ഞ നിറമായിട്ട് തോന്നും. ശരിക്കും ചട്ടിക്കകത്ത് കിടക്കുന്നുണ്ടൊരു മഞ്ഞ കളർ പോലെ തോന്നും. പക്ഷെ അടുത്ത് വരുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് കണ്ടോ. ഇത് ഈ കളറാണ് പരിപ്പിനെ. അപ്പോൾ എല്ലാവരും ഓർത്തോണേ. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാവേ. ഈ പച്ച പൊടിയൊക്കെ ചിലപ്പോൾ അരച്ച് ചേർക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മളിത് ചൂടാക്കുന്നത്. ചൂടാക്കുമ്പോൾ നമുക്ക് യാതൊരു കുഴപ്പവും നമ്മുടെ ശരീരത്തിൽ വരത്തില്ല. ഇത് നമുക്ക് മൊത്തം ദേഹത്തും മുഖത്തും എല്ലാം നന്നായിട്ട് തേക്കാം. മുഖത്തൊക്കെ നല്ല സ്ക്രബായിട്ടും പായ്ക്കായിട്ടും ഒക്കെ നമുക്കിടാം. ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാവേ. നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സാധനം ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം, മിക്സ് ആക്കാം നല്ല രീതിയിൽ. അപ്പോൾ ഈ പൊടികളൂടെ കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തേക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണേ, അത് അതിനകത്ത് ഇട്ട് കൊടുത്തു. മുൾട്ടാണി മിട്ടി പൗഡറാണ്. അപ്പോൾ നമുക്ക് ദേഹത്ത് മൊത്തം തേക്കാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ രക്തചന്ദന പൊടിയാണ്. അത് ഒരു 2 ടീസ്പൂണോളം വേണം. ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം. 2 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കൂടുമ്പോഴൊക്കെ, 2 ആഴ്ച വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് നമ്മൾ എടുത്ത് എത്രയാണ് നമ്മുടെ ദേഹത്ത് വേണ്ട തേക്കാൻ വേണ്ട എടുത്തിട്ട് നമുക്ക് ബാക്കി പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ
ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് പൊടിഞ്ഞ് ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പീച്ച് കളറിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ബ്രൈറ്റനിങ് പൗഡർ ഇതേ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ക്രീം കളറാണോ അല്ല, ഒരു പീച്ച് കളറാണോ അല്ല, നല്ലൊരു കളറാണ്. അപ്പം നല്ലൊരു പരിപ്പിൻ്റെയൊക്കെ മണമാണ് കേട്ടോ. പരിപ്പില്ലേ, പരിപ്പിൻ്റെ മണമാണ്. പരിപ്പിൻ്റെയും ചെറുപയർ അതിൻ്റെയൊക്കെ പൊടിയില്ലേ, ചെറുപയർ പൊടിയുടെ മണം എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും എടുക്കുന്നില്ല, കുറച്ചിപ്പം നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള നമുക്ക് എടുക്കാം. ബൗളിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂണോളം പൗഡർ ഇട്ട് കൊടുക്കാം. പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അവസാനമായിട്ട് പാല് ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ പാല് ചേർക്കണം. പാല് ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇത് വേണേൽ നമുക്ക് വെറുതെ പച്ച വെള്ളത്തിലും വേണേൽ മിക്സ് ചെയ്ത് നമ്മുടെ ദേഹം മൊത്തം മുഖത്തൊക്കെ തേക്കാം. പിന്നെ നമുക്ക് ഹണി യൂസ് ചെയ്യാം കേട്ടോ. വെള്ളവും ഹണിയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ പാലും ഹണിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് തേക്കാം. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചിലവരുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ. അങ്ങനെ ഡ്രൈ ആയാലും എന്ത് ചെയ്യണം, കുറച്ച് ഹണിയും കുറച്ച് പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തേക്കാം. പിന്നെ തൈരിനകത്ത് തേക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഡ്രൈ സ്കിന്നുകാർ. അപ്പോൾ എനിക്ക് പിന്നെ ഞാനിപ്പം എൻ്റെ കുറച്ച് ഞാൻ പറയല്ലേ, കുറച്ച് ഡ്രൈയും കുറച്ച് ഓയിലിയുമാണ്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ ഞാനിതിനകത്തേക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത്. അപ്പോൾ പാല് നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്മൂത്ത് ആകും, നല്ല സോഫ്റ്റ് ആകും, നല്ല സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ പാൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എന്താണ് മിക്സ് ചെയ്യുന്നത്, പാല്. അപ്പോൾ പാല് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഒരുപാട് അങ്ങ് വെള്ളമായി പോകണ്ട, എന്നാലൊരു പായ്ക്ക് പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു അത്രയധികം വെളിച്ചമില്ല കേട്ടോ. ഇവിടെ മുഴുവൻ ചെടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം ഒരു ഇരുളിമയാണ് ഈ ഭാഗത്ത് കേട്ടോ. ഈ ഞാൻ ഇരിക്കുന്ന ഭാഗത്തെ ഒരു ചെറിയ ഇവിടെ ഒരു തണലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങോട്ട് പോയ വെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കേട്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കാണിക്കാം എങ്ങനെയാണ് തേച്ച് പിടിപ്പിക്കുന്നതും എത്ര നേരം തേച്ച് പിടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു തരണ്ടേ. അപ്പോൾ അത് കാണിക്കാം. ഇപ്പം നമ്മൾ ബോഡിയിൽ തേക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ കൈ ഇവിടെ വെച്ചിട്ട് കയ്യിൽ ഇങ്ങനെ തേച്ച് കാണിക്കാം. ഇത് നമ്മൾ ഫുൾ ബോഡി തേക്കാനാണല്ലോ ഉപയോഗിക്കുന്നത്. മുഖത്തും തേക്കാം കേട്ടോ. അപ്പോൾ ഇത് ബോഡി തേക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുളിക്കാൻ കയറുമ്പോഴത്തേനും വെള്ളം ഒന്ന് നന്നായിട്ട് ദേഹത്ത് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു പായ്ക്ക് തേക്കാനായിട്ട്. പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ തേക്കരുത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തേച്ച് കാണിക്കാവേ. അപ്പം ഇങ്ങനെ കയ്യിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നല്ല സ്ക്രബ്ബറായിട്ട് നമുക്ക് തേക്കാം. നല്ല രീതിയിൽ ഞാൻ ഇച്ചിരി വെള്ളം നനച്ച് കയ്യിലോട്ട് വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ തേക്കുന്നത്. വള ഊരി വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് നമ്മൾ സോപ്പൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കത്തില്ലേ, ചകിരിയൊക്കെ ഇട്ട് ചിലവർ ചകിരിയൊക്കെ ഇട്ട് ഉരയ്ക്കത്തില്ലേ, അതിന് പകരം നമ്മൾ ഇത് വെച്ചൊരു ബോഡി സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളും ശരീരത്തെ അഴുക്കും കാര്യങ്ങളും ഒക്കെ പോകും. അതുപോലെ തന്നെ ഈ കൈയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആകാനായിട്ടും ഒക്കെ നല്ലതാണ്. നമ്മൾ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്തിട്ട് വേണം ഇത് തേക്കാൻ. ഇവിടെ കണ്ട ഇങ്ങനെ കയ്യിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് മാറും. മൊത്തം ബോഡിയിൽ മൊത്തം ഇതുപോലെ തേച്ച് കൊടുക്കാം. നല്ല മണമാട്ടോ. വറുത്തെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെയാണ്. കുറച്ച് വെള്ളം തൊട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുക്കുക ഫുൾ ബോഡി കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പോൾ എൻ്റെ മുഖത്തും കൂടെ ഞാനൊന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ ഈ കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഞാൻ ആ പാല് ഒഴിച്ച് മിക്സ് ചെയ്തതിൻ്റെ ബാക്കി കണ്ട പുള്ളിക്കാരിക്ക് വേണം പാല്. പിന്നെ ഞാനത് വെച്ച് കൊടുത്തു കണ്ട. ഇപ്പോൾ ഒന്ന് കുടിച്ചെന്ന് നോക്കിക്കേ. കുറേ നേരമായിട്ട് ആ പാലിൻ്റെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുകയോ കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ കൊടുത്തത്
അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കുമ്പം തന്നെ ഞാനൊരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. നമ്മുടെ ഇവിടെ റിങ്കിൾസ് ഒക്കെ കുറയും. നല്ല രീതിയിൽ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അതായത് കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 5-8 വയസ്സുള്ള പിള്ളേർ മുതൽ ആർക്കാണെങ്കിൽ തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്കും തേക്കണ്ട. കാരണം ഇതൊരു സ്ക്രബ് രൂപത്തിലാണല്ലോ. ഒരുപാട് തരിതരിപ്പൊന്നുമല്ല, നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ക്രബ് രൂപ നമുക്ക് വേദനയൊന്നും എടുക്കത്തില്ല. നല്ലൊരു ഇതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട. ഒരു 8 വയസ്സുള്ള പിള്ളേർ മുതൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പ്രായമുള്ളവർക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ചർമ്മമൊക്കെ ചുളിവും കാര്യങ്ങളൊക്കെ വീഴാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് നല്ലൊരു റിസൾട്ടാണ് ഇത് ഇട്ട് കഴിഞ്ഞാലായിട്ട്. ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്തു പോകാം. അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് ഈ ഒരു ബ്രൈറ്റനിങ് പൗഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ മുഖത്തും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാവേ. ഇതുപോലെ പാല് പൂച്ച കുടിച്ചിട്ട് പോയി. അതുകൊണ്ട് ഞാൻ വെള്ളം തൊട്ട് ചെയ്യുക. നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം പോകാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആകത്തില്ല. പക്ഷേ വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് പോകും. നമ്മുടെ ഇവിടുത്തെ മൂക്കിൻ്റെ സൈഡിലുള്ള മുരിഞ്ചൊക്കെ നന്നായിട്ട് നമുക്ക് പോകും. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ നല്ലൊരു നമുക്ക് വേദന ഒന്നും എടുക്കത്തില്ല. സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ് പൗഡറാണ്. നല്ല ഒരു ചെറിയൊരു തടിതരിപ്പുണ്ട്. വേദനയൊന്നും എടുക്കത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തടിതരിപ്പാണ്. എന്നിട്ട് നല്ലതായിട്ട് മൂക്കിൻ്റെ അടക്കത്തെ ഇങ്ങനെ ഉരച്ചരച്ച് കൊടുക്കുക. റോഡിൽ കൂടെ പോകുന്നവരൊക്കെ നോക്കിക്കൊണ്ട് പോകാം കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മൂക്കിൻ്റെ അടക്കം നന്നായിട്ടിങ്ങനെ ഡെഡ് സ്കിന്ന് നല്ലവണ്ണം ഇളകും നമുക്ക്. ഒരു 5 മിനിറ്റ് മുഖമാണെങ്കിലും ദേഹമാണെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കണം. നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. നല്ല റിസൾട്ടാണ്, ഞാൻ വെറുതെ പറയുകയല്ല. അപ്പോൾ നമ്മൾ മുഖത്തൊരു 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തുടച്ച് കാണിക്കാം. കണ്ടോ, നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. മുഖത്തൊക്കെ ഇടുമ്പോൾ നല്ല തിളക്കമാണ് നമുക്ക്. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ് നമുക്ക് കിട്ടുന്നത് ഇതിട്ടാൽ. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഉപയോഗിക്കുകയാണെങ്കിൽ ഓർത്ത് നോക്കിയാൽ നല്ല രീതിയിൽ ചർമ്മം നല്ല സോഫ്റ്റ് ആകാനായിട്ടും ഒക്കെ നല്ലതാണ്. കണ്ടോ, നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഇടും. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കണ്ടോ, ഈ ചകല ഒന്ന് കാണിക്കാം. കണ്ടോ, ഞാൻ അപ്പോൾ അടുത്ത് നിൽക്കുന്ന കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതുണ്ടോ, നല്ല രീതിയിലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. കണ്ടോ, നല്ല രീതിയിലുള്ളൊരു ബ്രൈറ്റ്നെസ്സാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നല്ല രീതിയിലുള്ളൊരു ബ്രൈറ്റ്നെസ് നമ്മൾ മുഖത്ത് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നെസ് കിട്ടിയപ്പോൾ നമ്മൾ കയ്യിലും ചെയ്തായിരുന്നു. അപ്പോൾ കൈ ഇതുപോലെ ചെയ്ത് കഴിയുമ്പം നല്ല രീതിയിലുള്ള നല്ല സോഫ്റ്റാണ് കൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ. നല്ല ഡെഡ് സ്കിന്നില്ല, നല്ല രീതിയിൽ നമുക്ക് മാറി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ എന്താണ് ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സോപ്പിന് പകരമായിട്ട് ഇത് പൗഡർ ഇതുപോലെ പൊടിച്ചൊരു കുപ്പിക്കകത്തോ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ സൂക്ഷിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് പാല് മിക്സ് ചെയ്തോ ഹണി മിക്സ് ചെയ്തോ, വരണ്ട ചർമ്മമുള്ള അതായത് ഡ്രൈ സ്കിന്നുകാർ പാലും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം തേക്കാനായിട്ട്. അപ്പം ഹണിയും പാലും ഒക്കെ എന്താണ്, ഒരു മോയ്സ്ചറൈസറാണ്, നല്ല റിസൾട്ടാണ്. ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റാണ്. നമുക്ക് തേച്ച് കുളിക്കുമ്പോൾ അത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആകാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാൻ ഡയറക്ഷൻ മാറ്റി പിടിച്ചേക്കാണ് കേട്ടോ. അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, ഇപ്പുറത്ത് വരുന്നു, അവിടെ മാറിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ഥലം മാറ്റി പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു ബ്രൈറ്റനിങ് പൗഡറാണ്. അതുപോലെയാണ് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടും നമ്മുടെ ഫേസിലൊക്കെ ചെയ്തിട്ട്. നമുക്ക് പുറത്തോട്ടൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ആക്കി വെച്ചേക്കുവാണെങ്കിൽ വേഗം എടുത്തു നമ്മൾ മുഖത്ത് നന്നായിട്ട് ഇച്ചിരി വെള്ളം തൊട്ടാലും തേച്ചതിന് ശേഷം പാലോ ഒക്കെ തൊട്ട് തേച്ചാൽ മതി. ഒരു പാല് കുറച്ച് തേച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടൊന്നും തേച്ച്, പാലിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. മുഖത്ത് തേക്കുമ്പോൾ പാലിലോ തൈരിലോ
ഹണിയിലോ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ശരീരത്തിൽ തേക്കുമ്പോൾ വെറും വെള്ളത്തിലാണെങ്കിലും മിക്സ് ചെയ്യാം. ഇത് ഞാൻ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പാലോ തൈരോ ഹണിയോ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ദേഹം മൊത്തം തേക്കുക. മുഖത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് തേച്ചിട്ട് 5 മിനിറ്റ് തേക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റനിങ് നമ്മുടെ ഫേസിനൊക്കെ കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.